ഈ ആരാധനയിൽ പങ്കുകൊള്ളുകയും പ്രാർത്ഥനാപൂർവം ഇത് സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാനും വലിയവനായ ദൈവം കൃപ ചെയ്തു കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ, വാത്സല്യ സഹോദരന്മാർ കടന്നു വന്ന് പാടുവാനും ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനെല്ലാം കർത്താവ് സഹായിച്ചു. ദൈവം അവരെ ആ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കും ദൈവമായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും അവരെ ഓർത്ത കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ആ സമയത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 40:17. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഇന്നലെ ഈ കൂട്ടായ്മയെ കുറിച്ച് പ്രിയ ഏവരാണ് എന്നോട് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ കാര്യം പറയുവാനിടയായിട്ടുള്ളത്. അപ്പോൾ മുതൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്തപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദഭാഗമാണ് വായിപ്പാനിടയായി. ഈ വേദഭാഗം അനേക പ്രാവശ്യം നാം കേൾക്കുകയും ധ്യാനിക്കുകയും ഹൃദിസ്ഥമായിരിക്കുന്ന ഒരു ഭാഗവുമാണ്. നാം വായിച്ചു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് തന്നെ അഭിഷേകം ചെയ്യുവാൻ യഹോവയായിരിക്കുന്ന ദൈവം ശമൂവേൽ പ്രവാചകന് നിയോഗം കൊടുത്ത് യിശായിയുടെ വീട്ടിലേക്ക് അയച്ചപ്പോൾ അഭിഷേകം ചെയ്യുവാൻ ഉള്ളതായിരിക്കുന്ന ആളുകളെ പ്രവാചകന്റെ അടുത്തേക്ക് യിശായിയുടെ മൂത്ത മകൻ മുതൽ 7ാമത്തവൻ വരെയും അഭിഷേകത്തിനായി യിശായി കടന്നുവിട്ടു. എന്നാൽ യഹോവയായിരിക്കുന്ന ദൈവം ശമൂവേലിനോട് പറയുവാനിടയായി: ഇവരെ ആരെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. ശമൂവേലേ, നീ അവരുടെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. യിശായിക്കും തന്റെ മൂത്ത മക്കൾക്കും ദാവീദിനെ ഇത് യോഗ്യനായി കാണുവാൻ കഴിയാതിരുന്നപ്പോൾ അഭിഷേകം ചെയ്യുവാൻ വന്നതായിരിക്കുന്ന ശമൂവേലിനോ ശൗലിനോ ദാവീദിൽ യോഗ്യത കാണുവാൻ കഴിയാതിരുന്നപ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം കാട്ടിൽ ആളുകളുടെ കൂട്ടത്തിലായിരുന്ന ദാവീദിൽ യോഗ്യത കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ദാവീദ് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് 40ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ പറയുവാനിടയായിട്ട്: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഇന്നും തന്റെ മക്കളെ ഓർത്ത് വിചാരമുള്ളവരാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവം. ഏതെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഉള്ളതായിരിക്കുന്ന വിചാരം, അവനെ വീണ്ടെടുക്കുവാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വിചാരമാണ്. സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന പിതാവിന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ തകർത്ത് കളയുവാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അയക്കുവാനിടയായിത്തീർന്നത്. ലോകത്തിൽ ആർക്കും ഇത്രത്തോളം
നമ്മെ ആരെയും കുറിച്ച് വിചാരപ്പെടുവാൻ മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ എത്ര വിചാരപ്പെട്ടാലും മനുഷ്യൻ എത്ര കരുതിയാലും അത് മാനുഷികമായിരിക്കുന്ന പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നുവെങ്കിൽ ദൈവം തന്റെ വിചാരത്തിനനുസരിച്ച് നമ്മെ ഇന്നും നടത്തുവാനും നമ്മെ കരുതുവാനും നമ്മെ പരിപാലിക്കുവാനും ഈ ദൈവം മതിയായവനായിരിക്കുന്ന ദൈവമാണ്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് 55-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല. യഹോവയുടെ അരുളപ്പാട്. എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. മാനുഷികമായി നാം എത്ര വിചാരപ്പെട്ടാലും നാം ഏതെല്ലാം നിലകളിൽ അതിനുവേണ്ടി പ്രയത്നിച്ചാലും ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നത് പോലെ, ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നത് പോലെ മറ്റാർക്കും അത് ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് യഹോവയായിരിക്കുന്ന ദൈവം ഇവിടെ തിരുവനന്തപുരത്തിൽ കൂടെ നമ്മെ ഓർമ്മിക്കുകയാണ്: എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. നമുക്ക് ഏതെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണെങ്കിലും നമ്മുടെ ജീവിതയാത്രയ്ക്കുള്ളിൽ പലപ്പോഴും വിവിധമായിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എങ്ങനെ സാധ്യമാകും, എങ്ങനെ മുമ്പോട്ട് പോകേണ്ടതായിരിക്കും, മുമ്പിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക എന്നൊക്കെ വിവിധ നിലകളിൽ ഉള്ളതായിരിക്കുന്ന വിചാരം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നതായ വിഷയത്തോട് ബന്ധത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം പ്രവാചകൻ മുഖാന്തരം നമ്മെ ഓർമ്മിക്കുകയാണ്: എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ നമ്മേക്കാൾ നമുക്ക് വേണ്ടി ഉന്നതമായിരിക്കുന്നതിനെ വിചാരപ്പെടുന്ന, നമ്മേക്കാൾ നമുക്ക് വേണ്ടി ഉന്നതമായ നിലയിൽ വഴികളെ തുറന്നു തരുന്ന ഒരുവനാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ്. ദാവീദിനെ കുറിച്ച് യിശായി, തന്റെ സ്വന്തം പിതാവായിരിക്കുന്ന യിശായി, ദാവീദ് ഒരു സേനാനായകനാകുമെന്നോ, ദാവീദ് ഒരു യോദ്ധാവാകുമെന്നോ, ദാവീദ് രാജസ്ഥാനത്തേക്ക് വരുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചതായിരിക്കുന്ന ഒരു വസ്തുതയല്ല. എന്നാൽ തന്നിൽ ഈ യോഗ്യതകളൊന്നും തന്റെ പിതാവായിരിക്കുന്ന യിശായിക്കും തന്റെ മൂത്ത സഹോദരന്മാർക്കും അതുപോലെ ഉള്ളതായിരിക്കുന്നവർക്കൊന്നും ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യരിൽ ഇങ്ങനെ ഒരു സ്ഥാനം കാണുവാൻ കഴിയാതിരുന്നപ്പോൾ സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം തന്നെ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് ഉന്നതയെ കാണുവാനായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തെയും ആ ദൈവത്തിന്റെ സേനയെയും നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ സൈന്യം തന്നെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചതായിരിക്കുന്ന ദാവീദ് യാതൊരു ഭയവും കൂടാതെ ആ ഗോലിയാത്തിന് നേരെ നടന്നെടുക്കുവാൻ ഇടയായി. തന്റെ പരാക്രമവും തന്റെ കഴിവും എല്ലാം ബോധ്യപ്പെട്ടതായിരിക്കുന്ന ശമൂവേലിന് പടച്ചട്ട അണിയുവാൻ കൊടുത്തു. അങ്ങനെ ഒരു പടയാളിക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ശൗൽ അനുവദിച്ചു കൊടുത്തു. പക്ഷേ ഇതൊന്നും ധരിച്ച് ശീലമില്ലാത്തതായിരിക്കുന്ന ദാവീദ് ഇതിട്ട് തിരികെ ഊരിയേൽപ്പിക്കുവാനായിരുന്നു. തന്റെ സാധാരണ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് തന്റെ ഇടയ സഞ്ചി തോളിലിട്ട് തോട്ടിൽ നിന്ന് മിനുസമുള്ളതായിരിക്കുന്ന കല്ലെടുത്ത് താൻ മുന്നോട്ട് നടന്നു നീങ്ങുവാനിടയായി. അങ്ങനെ നടന്ന് അടുക്കുമ്പോൾ ഗോലിയാത്ത്
ദാവീദിനോട് ചോദിക്കുന്നത്, നീ വഴിയിൽ കൊണ്ട് എന്റെ നേരെ വരുന്നത് ഞാനെന്താ നായയാണോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ദാവീദ് പിരിപ്പെടുവാനിടയാകാതെ തന്റെ സഞ്ചിക്കകത്തുള്ളതായിരിക്കുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് കവണയ്ക്കകത്ത് വെച്ച് ഒരേറെ എറിഞ്ഞപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ ഭയപ്പെടുന്നതായിരിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിൽ യാതൊരു ഭയവും കൂടാതെ ധൈര്യം പൂണ്ട് താൻ എറിയുവാനിടയായി. ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആ കല്ല് പതിച്ചിട്ട് ആ ക്ഷണത്തിൽ താൻ വീഴുകയും തന്റെ ശിരസ് ആർക്കുവാൻ തന്റെ കയ്യിൽ വാളില്ലാഞ്ഞിട്ട് ഗോലിയാത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ തന്നെ എടുത്ത് തന്റെ ശിരസിനെ ഛേദിക്കുവാനിടയായിരുന്നു. ദൈവങ്ങളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ആ പോലെ കല്ലെറിയുവാനോ ദാവീദ് ശിരസെടുത്തതുപോലെ ശിരസെടുക്കുവാനോ നമുക്ക് അവകാശമില്ല. കാരണം ഫെലിസ്ത്യരുടെ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ ജഡീകങ്ങളല്ല, നമ്മളുടെ പോരാട്ടം ആത്മീയമായിട്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ ആയുധം ആത്മീയമായിട്ടുള്ള ആയുധമാണ്. അത് പ്രാർത്ഥന, ഉപവാസം, ആരാധന, ദൈവവചനം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആയുധങ്ങളാണ് നമുക്ക് ഈ പോർക്കളത്തിൽ ഉപയോഗിക്കാനായിട്ടുള്ളത്. തന്നെ ആക്കി വെച്ചിരിക്കുന്ന പദവിയിൽ താനായിരിക്കുമ്പോൾ എനിക്ക് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഒന്ന് ഓർക്കുവാനുണ്ട്. എന്റെ പിതാവായിരിക്കുന്ന ഈശായി എനിക്കിങ്ങനെ ഒരു സ്ഥാനം കരുതിയതല്ല. എന്റെ മാതാവ്, എന്റെ സഹോദരന്മാർ ആരും ഇങ്ങനെ ഒരു പദവിയിൽ ഞാൻ എത്തുവാൻ താല്പര്യപ്പെട്ടതല്ല. എന്നാൽ എന്നെ വിചാരിക്കുന്ന എളിയവനായ ദരിദ്രനായ എന്നെ ഇവിടെ എത്തിച്ചത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. നാം ഈ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നതിന്റെ കാരണക്കാരൻ മനുഷ്യരാരുമല്ല. ഒരുപക്ഷെ അതിന്റെ പിന്നിൽ മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചത് വരാം. എന്നാൽ അതിനൊക്കെ അവസരമൊരുക്കിയത് സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെയാണ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന മോശയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്റെ അമ്മയ്ക്ക് 3 മാസം വരെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതിന് ഒരു ദിവസവും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവന്റെ അമ്മയ്ക്ക് കഴിവില്ലായിരുന്നു. അവന്റെ അപ്പനായിരിക്കുന്ന അമ്രാവിന് അതിനുള്ളതായിരിക്കുന്ന ധൈര്യമില്ലായിരുന്നു. കാരണം ഫറവോ രാജാവിന്റെ നിയമം അത്രമാത്രം ഭയങ്കരമാണ്. പിറന്നു വീഴുമ്പോൾ തന്നെ ആണിനെയൊക്കെ കൊന്നുകളയണമെന്നുള്ളതായിരിക്കുന്ന കൽപ്പനയുടെ മുമ്പിൽ ജനിച്ചപ്പോൾ തന്നെ കൊല്ലപ്പെടുന്നതായിരിക്കുന്ന ഇവനെ അവന്റെ അമ്മയുടെ ആ ത്യാഗപരമായിരിക്കുന്ന മനോഭാവമാണ് 3 മാസം വരെ അവനെ കൂടാരത്തിൽ വളർത്തുവാനിടയായി. എന്നാൽ ഇനിയും ആ കൂടാരത്തിൽ കുഞ്ഞിനെ ഒളിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഫറവോന്റെ നിയമത്തിന്റെ മുമ്പിൽ താൻ ഈ കുഞ്ഞിനെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഒരു പെട്ടകം ഉണ്ടാക്കി നൈൽ നദിയിൽ കൊണ്ടുവയ്ക്കുവാനിടയായി. ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവന്റെ പെങ്ങൾ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. സ്വന്തം സഹോദരനായിരിക്കുന്ന മോശയ്ക്ക് എന്ത് സംഭവിക്കും? അവനെങ്ങനെ മരിക്കും? ഈ പെട്ടകം ഒഴുകി പോകുമോ? വെള്ളം കുടിച്ച് ചാകുവാനിടയായി തീരുമോ? എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മിരിയാം ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയില്ല മകനെ ഇനിയും ജീവനോടെ തിരികെ കിട്ടുമെന്ന്. അവന്റെ അപ്പനൊരു പ്രതീക്ഷയില്ല മകനെ ഇനിയും തിരികെ ജീവനോടെ
അവന്റെ സഹോദരിയുടെ മനസ്സിന്റെ ഭാരമാണ് എന്റെ സഹോദരൻ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് വളരെ വേദനയോടുകൂടെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് അവൻ ആ നൈനതയിൽ വെള്ളം കുടിച്ച് മരിക്കുവാനിടയാകാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജലജീവികൾ അവനെ വിഴുങ്ങുവാൻ ഇടയാകാതെ, മോശയെ കൊല്ലപ്പെടണം എന്ന് കൽപ്പന ഇറങ്ങിയതായിരിക്കുന്ന കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ അവനെ വളർത്തുവാൻ ഇടയായിത്തീർന്നു. മാനവ ചരിത്രത്തിൽ എന്നുവേണ്ട ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരമ്മ മക്കൾക്ക് ശമ്പളം വാങ്ങിക്കൊണ്ട് പാല് കൊടുത്തതായിട്ടുള്ള ഒരു ചരിത്രം കേട്ടിട്ടില്ല, കാണുവാനും സാധ്യതയില്ല. എന്നാൽ മോശയുടെ വളർച്ചയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന്റെ അമ്മ മുലപ്പാൽ കൊടുക്കുന്നതിന് ശമ്പളം വാങ്ങിക്കൊണ്ടാണ് അത് ചെയ്യുവാനിടയായി. ശ്രദ്ധിക്കണമേ, ദൈവം കണ്ടിട്ടുള്ള ഒരുവനെ, ദൈവത്തിന് പദ്ധതിയുള്ള ഒരുവനെ, ലോകത്തിന്റെ നിയമം എന്തായിരുന്നാലും, ലോകത്തിന്റെ പദ്ധതികൾ എപ്രകാരമായിരുന്നാലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവം കണ്ടവനെ ദൈവം വളർത്തുവാൻ ഇടയായിത്തീരും. ശ്രദ്ധിക്കണമേ, 3 മാസം ആയപ്പോൾ നൈനതയിൽ വീർപ്പൂട്ടി ചാകേണ്ടതായിരിക്കുന്ന ഈ മനുഷ്യൻ 40 വയസ്സ് വരെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് വരുവാനിടയായി. 40 വർഷം അടുത്ത അഭ്യസനത്തിലേക്ക് കർത്താവ് കടത്തിവിടുവാനിടയായി. എന്നാൽ അവസാനത്തെ 40 വർഷം ആരംഭിക്കുമ്പോൾ അവൻ എവിടെ നിന്ന് വളരുവാനിടയായിത്തീർന്നു? ആ കൊട്ടാരത്തിൽ രാജാവിന്റെ മുമ്പിൽ ചെന്ന് രാജാവിന്റെ വെല്ലുവിളികൾ ഉയർത്തുവാനിടയായിത്തീർന്നു. താനിപ്പോൾ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ജനനായകനായി ഇസ്രായേലിനെ നയിക്കുവാനിടയായിത്തീർന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് നാം വിചാരപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി ഉന്നതമായി വിചാരിക്കുന്ന, നമ്മൾ കാണുന്ന വഴികൾ അത്ര മെച്ചപ്പെട്ട വഴിയൊന്നും ആയിരിക്കത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന വഴി എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ ദൂതിലെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അവിടെ തുടർന്ന് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ കർത്താവിന്റെ പിന്നാലെ അണിതിരിച്ചതായിരിക്കുന്ന പുരുഷാരും ശിഷ്യന്മാരും കടന്നുപോകുന്നതായിരിക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ വിചാരപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ നടക്കുവാനിടയായിരുന്നു. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ന് തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടു, എന്നുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടെ കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമരയെ വളരുന്നു നിരൂപിപ്പീൻ, അവയെ അധ്വാനിക്കുന്നില്ല, കൊടുക്കുന്നതുമില്ല. എന്നാൽ ചിലപ്പോൾ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ആകയാൽ എന്നു തിന്നും, എന്ന് കുടിക്കും, എന്നുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. അപ്പോൾ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം സൃഷ്ടിക്കുക മാത്രമല്ല, തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ കുറിച്ച്
വിചാരമുള്ളവനാണ്. കർത്താവ് പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നവരും. അപ്പോൾ വിചാരപ്പെട്ട കർത്താവിന്റെ പിന്നാലെ നടക്കുന്ന പുരുഷാരത്തിന്റെ നടുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? നിങ്ങൾ വിചാരപ്പെടുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വിചാരപ്പെടുന്നുണ്ടായിരിക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലാസ്സുകൾ ആരംഭിക്കും, എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കും, ഇങ്ങനെ ഒരു പക്ഷേ വിചാരപ്പെടുന്നുണ്ടായിരിക്കാം. ജോലിക്കാരാണെങ്കിൽ എത്രയോ നാളുകളായി ജോലി ചെയ്തിട്ട് ചിലരുടെ ശമ്പളങ്ങൾ കട്ട് ചെയ്യുവാനിടയായിരുന്നു. ഇങ്ങനെ ലോകത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന നിലവിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വിഷയമായിരുന്നാലും കർത്താവിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവിന് ഒരു ഉത്തരം തരുവാൻ കഴിയാത്ത യാതൊരു വിഷയവുമില്ല. ലോകത്തിന്റെ സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ ഇതിന്റെ നടുവിലും നമ്മെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. സർവശക്തനായിരിക്കുന്ന ദൈവമാണ് നമ്മെ ഇന്നും പുലർത്തുന്നത്. ഈ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് ചെളിയിൽ നിന്ന് വളർന്നു വരുന്നതായിരിക്കുന്ന താമരയെ ചൂണ്ടിക്കാണിച്ചിട്ടു, ആകാശത്തിൽ പറന്ന് നടക്കുന്നതായിരിക്കുന്ന കുരുവിനെ കാണിച്ചിട്ടു കർത്താവ് മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരപ്പെടുന്നത്? അപ്പോൾ നമ്മെ പോലെ വിശേഷബുദ്ധിയില്ലാത്ത, നമ്മെ പോലെ വകതിരിവില്ലാത്ത കുരുവിന് ഇത്രയും വിചാരമില്ല. ചെളിയിൽ നിന്ന് വളർന്നു വരുന്ന ആ വെള്ളത്തിന് മുകളിൽ നല്ല ഭംഗിയായി നിൽക്കുന്ന താമരയെ ചൂണ്ടിക്കാണിച്ചിട്ട് ശലോമിന് പോലും ഇവയിലതിനെ പോലെ ചമയുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ നടത്തുന്നത് എത്ര ഭംഗിയായിട്ടാണ്, എത്ര ശ്രേഷ്ഠമായിട്ടാണ്. ഇന്നും നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഇന്നും നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശുദ്ധമായ സുവിശേഷം 33-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രകാരം പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വിചാരപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമുക്ക് വേണ്ടി വഴികളെ കൊണ്ടുവരുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ ദൈവമാണ് ഇന്നും നമ്മെ നടത്തുന്നത്. ഈ ദൈവമാണ് ഇന്നും നമ്മെ പരിപാലിക്കുന്നത്. ഈശ്വരപുത്രനായി ലോകത്തിലെ സ്ഥാനമാനങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ലോകപ്രകാരം ലാഭമായിരുന്നൊക്കെ ചേർന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയതായിരിക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പിൽ നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാനോ എളിയവരും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. തന്റെ അപ്പന് തന്റെ ഒരു രാജാവിനെ കാണുവാൻ കഴിയാതിരുന്നപ്പോൾ, തന്റെ അമ്മയ്ക്കോ തന്റെ സഹോദരന്മാർക്കോ തന്റെ ഒരു രാജാവിനെ കാണുവാൻ കഴിയാതിരുന്നപ്പോൾ സത്യദൈവം അവനിൽ ഒരു രാജാവിനെ കാണുവാനായിരുന്നു. ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം പൊക്കം കുറഞ്ഞ സുരേന്ദ്രനും പവിഴമുള്ളവരുമായ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ഇടയായി. ഇന്ന് ഈ ദൈവവചനത്തിന് മുമ്പിൽ ദൈവങ്ങളായിരിക്കുന്ന ആയിരിക്കുമ്പോൾ ഭാരപ്പെടുവാൻ ഇടയാകരുത്, വിചാരപ്പെടുവാൻ ഇടയാകരുത്. പലരുടെയും ജീവിതത്തിൽ വിവിധമായിരിക്കുന്ന വിഷയങ്ങളിൽ ടെൻഷനും ഭാരങ്ങളും ഉണ്ടായിട്ട് പല നിലകളുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടെ ഹൃദയത്തിൽ കൈക്കൊണ്ട്
ഈ വചനത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഈ വചനത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, മുഖപക്ഷമില്ലാത്ത സർവശക്തനായിരിക്കുന്ന ദൈവം, വികാരമോ ഗതിഭേദമായിരിക്കുന്ന ആച്ഛാദനമോ ഇല്ലാത്ത സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും മറുപടി നൽകുവാൻ, നിങ്ങളെ നടത്തുവാൻ ഇന്നും ഈ കർത്താവ് മതിയായവനാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്ന, ഈ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി പറയുവാനായിരുന്നതുപോലെ എന്നെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. അവരാണ് സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത്. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെടുവാൻ ഇടയായിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിറകോട്ട് നാം നോക്കുമ്പോൾ ഇതിന് യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ വരെ എങ്ങനെ വന്നു പെടുവാൻ ഇടയായിത്തീർന്നു. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ചോദിച്ചതുപോലെ ചോദിക്കുവാനല്ലാതെ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്? ഇന്ന് നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം, ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, സമ്പത്ത് ഉണ്ടായിരിക്കാം, മറ്റേ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന അനേക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമില്ലേ? ഇതിനൊന്നും അവസരമില്ലാതിരുന്ന ഒരു കാലമില്ലേ? അവിടെ നിന്ന് ഇത്രത്തോളം ഈ വലിയവനായിരിക്കുന്ന ദൈവം കൊണ്ട് എത്തിച്ചില്ലേ? ദാവീദിനോട് ചേർന്നുകൊണ്ട് നമുക്ക് പറയുവാനായിത്തീരണം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഈ രാത്രി വചനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിലേക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാ യോഗത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, ഗാനങ്ങൾ പാടുവാൻ, ദൈവമേ ഈ മീഡിയകൾ പ്രവർത്തിപ്പാൻ അങ്ങയുടെ മക്കളെ കർത്താവ് ഉപയോഗിച്ചല്ലോ. അതിനായി ഞങ്ങളിലേക്ക് നന്ദി കരയറ്റുന്നു. അവരെ സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ തൃക്കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഈ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആമേൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണീരിൽ നിന്നവരെ വിടുവിക്കണമേ, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നവരെ വിടുവിക്കണമേ, അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും കർത്താവരെ വിടുവിക്കണമേ. ദാവീദിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്ത സർവശക്തനായിരിക്കുന്ന ദൈവമേ, ഇന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പടി ഉയർത്തുവാൻ കഴിവുള്ള സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി അടികളിലേക്ക് നന്ദി കരുതുന്നു. കർത്താവെ, ഇപ്രകാരം ഒരു അവസരം നൽകിയ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിനുള്ള പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവൽ നാം എല്ലാവരോടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും ഇപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം